ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കപ്പങ്ങ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ കപ്പങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കപ്പങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിനകത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാള, കുറച്ച് ജീരകം, അതേപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് മൂന്നും നമ്മൾ അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇത് അരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ എങ്ങനെയാണ്. അപ്പം ഇങ്ങനെ കപ്പങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയത് അടിപൊളിയാണ്, വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ എങ്ങനെയാണ്. അത്രയും സാധനങ്ങളപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സവാള, ജീരകം, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടി ചേർക്കട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചേർക്കണ്ട. നിങ്ങളുടെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്ര അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് അരയണ്ട, ഒരു ചതച്ച പോലെ എടുത്താൽ മതി, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി എന്താണ് കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പപ്പായ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് നല്ലപോലെ വെന്ത് റെഡിയായി വന്നാലാണ് ഇനി അടുത്ത പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വിറകടുപ്പിലും ഗ്യാസിലൊന്നും അല്ല കേട്ടോ വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ കറി പെട്ടെന്നാവും. അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഇതെങ്ങനെയാണെന്നുള്ളത് ഇത് വെന്ത ശേഷം നമുക്ക് നോക്കാം. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പപ്പായ അപ്പോൾ നല്ല രീതിക്ക് തിളച്ചതായിട്ടുണ്ട്. അപ്പോൾ ഇതിനി വെന്ത് വരണം. വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, കുറച്ച് ടൈം എടുത്ത് വെന്ത് വന്നിട്ട് നമുക്കിനി ഇത് ഇറക്കിയിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിത് വെന്ത് വന്നിട്ട് കാണാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ പപ്പായ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വേവും. വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്കിനി നേരത്തെ പറഞ്ഞ പോലെ കടുക് പൊട്ടിച്ച് താളിച്ച് സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. നമ്മുടെ പപ്പായൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നതാണ്. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ താളിക്കാൻ പോകുന്നത്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി കാണാം. പപ്പായ ഇപ്പോൾ വേറെ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകുന്നതാണ്. നമ്മൾ അതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്തിട്ട് അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചാണ് പപ്പായ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് ബാക്കിയുള്ളത് നമുക്കിനി കാണാം എങ്ങനെയാണ്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച ഗ്രീൻ കളറുള്ള മസാല നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പപ്പായ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളപ്പോൾ പപ്പായ ചേർത്തിട്ടുണ്ട്. ഇത് വേവിച്ച വെള്ളം കളയരുത്, അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പോഴാണ് അതിലിരുന്ന് വെന്തിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ പപ്പായ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലൊന്നും ചേർക്കണ്ട, കാര്യം നമ്മൾ അരച്ചപ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് അരപ്പുണ്ടാക്കിയെടുത്തത്. ഇനി അപ്പോൾ ഇത് വെന്ത് വന്നിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്.
അപ്പോൾ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെന്ത് വന്ന് ഇതിടുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ പപ്പായ കൊണ്ടുള്ള ചെറിയൊരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. പിന്നെ അടുത്ത് നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.